ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നന്മ നമുക്കെതിരെയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ തനിച്ചലാർക്കും. അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏതാണ്? ഗുരുവും കടാക്ഷവും. ഗുരുവിൻ്റെ കടാക്ഷം, ഗുരുവാകുന്ന കടാക്ഷം, ഗുരുവായ കടാക്ഷം. ഏതാണ്? ഗുരുവിൻ്റെ കടാക്ഷം. അടുത്തത്, പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണു അലിഞ്ഞിട്ടുണ്ടെന്ന് അമ്മമ്മക്കറിയില്ല. കണ്ണീരുപ്പ് എന്ന പദം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥ സൂചന എന്ത്? അമ്മമ്മയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അമ്മമ്മയുടെ ദുഃഖവും ദുരിതവും, അമ്മമ്മയുടെ ലാളനയും വാത്സല്യവും, അമ്മയുടെ സ്നേഹവും കരുതലും. അമ്മമ്മയുടെ സ്നേഹവും കരുതലുമാണ് ആൻസർ. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. മഴയില്ല, വണ്ടിയില്ല, തേവി പൊതിയഴിച്ച്. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? തേവി എന്നുള്ളതാണ് കേട്ടോ കൂട്ടത്തിൽ പെടാത്തത്. എനിക്ക് മഴയേക്കാൾ ഇഷ്ടം കാർമുകിലാണ്. മുകിൽ എന്ന പദത്തിന് സമാനമായ പദം ഏത്? മേഘം, ആകാശം, കാറ്റ്, മഴ. ഏതാണ് മുകിൽ എന്ന പദത്തിന് സമാനമായ പദം? ഏതാണ്? മേഘമാണ് മുകിൽ. മാതൃക പോലെ എഴുതുക എന്നുണ്ട്. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. വ്യവസായികത്തെ സംബന്ധിക്കുന്ന എന്താണ്? വ്യവസായം അല്ലേ? വ്യവസായം എന്നാണ്. ലോകത്തെ സംബന്ധിക്കുന്നതിന് ലൗകികം എന്ന് പറയും. വ്യവസായത്തെ സംബന്ധിക്കുന്നതിന് വ്യാവസായികം എന്ന് പറയും. ഈ 5 ആൻസർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഡൗട്ടിനെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഗുരുവിൻ്റെ കടാക്ഷം, അമ്മമ്മയുടെ ദുഃഖവും ദുരിതവും, തേവി, മേഘം, വ്യാവസായികം. എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അരികിൽ 12 ഇടങ്ങയുടെ ചോറും വഴിയാത്രക്കാരനാണ് തട്ടുന്നത്. മെസ്സി പന്ത് തട്ടുന്നത് കാണാൻ നല്ല രസമാണ്. അടിവരയിട്ട പദങ്ങൾ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസങ്ങൾ എഴുതുക. എന്താണ് ഭക്ഷണം കഴിക്കുന്നു, മറ്റത് പന്ത് അടിക്കുന്നു. അടുത്ത നിങ്ങൾക്ക് ഒരേ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടൊക്കെ വരും. അങ്ങനെ ഇവിടെ ഒരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. സാന്ദീപനി ഗൃഹേ പണ്ടു സഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. അതുമായി സമാന താളത്തിലുള്ള വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആൻസർ? 3ാമത്തേതാണ് കേട്ടോ. ചിന്നിയ പൂങ്കുലകളാം പട്ടുതോങ്ങൽ ചുഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ. അതാണ് ആൻസർ വരുന്നത്. അത് 10ാം കാലിയായി പേടി സ്വപ്നം പോലെ തൂങ്ങി നിൽക്കുന്ന കാലാവർഷവും കരിയുടെ പേർന്ന കണ്ടങ്ങളിൽ വിരിപ്പുവിള കാറ്റാടി നിൽക്കുകയാണ്. പൂക്കളും ആണ്ട് ഋതികളും എന്ന് പറയുന്ന പാഠഭാഗത്താണ്. വാക്യങ്ങളിൽ തെളിയുന്ന കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാരിദ്ര്യവും വെള്ളത്തിൻ്റെ അഭാവതയുമാണ് ഈ വരികളിൽ കാണുന്നത്. 10ാം കാലിയായി പേടി സ്വപ്നം പോലെ അല്ലേ? കാലാവർഷം വന്നാൽ 10ായത്തിൽ ഒന്നുമില്ല. അപ്പോൾ ദാരിദ്ര്യവും വെള്ളത്തിൻ്റെ ഇല്ലായ്മയുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വരില്ല, പക്ഷേ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക. ബാക്കിയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ കീയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. കാരണം നമ്മൾക്ക് ഇതേ ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഡയറി, അങ്ങനെ കത്ത്, അതൊക്കെ എഴുതാൻ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഫോം, നിങ്ങൾ പഠിച്ച ഫോം ഉണ്ടാവുമല്ലോ, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിൻ്റെ കണ്ടൻറ് എന്താണ് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക അല്ലേ? മലയാളം എക്സാമാണ്. എല്ലാ പാഠഭാഗത്തിൻ്റെയും കണ്ടൻറ് മനസ്സിലാക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അക്ഷരത്തെറ്റില്ലാതെ നല്ല വൃത്തിയിൽ എഴുതുക. അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതുക. എല്ലാവർക്കും എളുപ്പമായിരിക്കട്ടെ. അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.